മാങ്ങ ചക്കൊക്കെ ഉണ്ടല്ലോ. ഇതിവിടെ കിടന്ന് ചീന് പോകുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയം തളരും. നമുക്കിത് വിറ്റാലോ? വിൽക്കാനോ? ആർക്ക്? വഴിയെ പോകുന്നവർക്ക്. മതിലിന് അടുത്തൊരു ചെറിയ സ്റ്റാൾ തുടങ്ങാം. നല്ല ഫ്രഷ് സാധനങ്ങൾ. വാവ്, ഓർഗാനിക് ഷോപ്പ് പോലെയല്ലേ? എങ്കിൽ ഞാൻ റെഡി. എനിക്കില്ലേ എക്സൈറ്റ്മെന്റ് ആയിട്ട് വയ്യ. പാറു, നീ ആ തോട്ടെടുത്തിട്ട് മാങ്ങ പിറക്ക്. ഇഷാന, നീ ആ വീണു കിടക്കുന്ന തേങ്ങകൾ പിറക്ക്. അയ്യോ, എന്റെ ബിസിനസ് ബുദ്ധിക്ക് ഛേദം പറ്റിയോ എന്ന് നോക്കിക്കേ. നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നോ? കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്താ നമ്മുടെ കടയിൽ ആരും വരാത്തെ? അതെ, കുറെ സമയം കട തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെയ്ക്ക് ഒരാൾ പോലും വന്നില്ല. എന്തൊന്നില്ലല്ലോ. ദാ ഒരു അങ്കിൾ വരുന്നുണ്ട്. ആ അങ്കിൾ എന്തെങ്കിലും വാങ്ങിയാ കൊള്ളാം. അങ്കിളെ, വെജിറ്റബിൾ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. എല്ലാം ഫ്രഷ് പച്ചക്കറികളാ. ഇപ്പൊ തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് വന്നതേ ഉള്ളൂ. വേണ്ട ചേച്ചി, എനിക്ക് സങ്കടാവുന്നു. ഇഷാന, നീ എന്തിനാണ് കരയുന്നേ? നമ്മൾ ഈ കട തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നാലും വേറൊരു ചേച്ചി വരുന്നുണ്ട്. ആ ചേച്ചി കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാ കൊള്ളായിരുന്നു. മോളെ, മാങ്ങയ്ക്ക് എത്ര വിലയാ? ഒന്നിന് 50 രൂപ. ഏടി, അങ്ങാടിയിൽ കിലോയ്ക്ക് 50 രൂപയേ ഉള്ളൂ. ചേച്ചി, ഇത് സ്പെഷ്യൽ മാങ്ങയാ. ഇത് ഞങ്ങൾ പാട്ടുപാടിയാ വളർത്തിയേ. എന്നാൽ ഒരു കിലോ മാമ്പഴം എടുക്ക്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുണ്ടല്ലോ. അതങ്ങളെ, ഞങ്ങളുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇതിനു മുമ്പേ ഈ കട ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതങ്ങളെ, ഞങ്ങൾ ഇന്ന് തുടങ്ങിയതാ. അങ്കിൾക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ പറഞ്ഞു വിടണേ. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ പൈസ കൊണ്ട് ഇന്ന് വൈകിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം. എടാ മക്കളെ, നിങ്ങൾ ആരെങ്കിലും അടുക്കളയിൽ വെച്ചിരുന്ന ആ വിത്തുകൾ കണ്ടോ? ഏത് വിത്തുകളാ ആന്റി? വിദേശത്തുള്ള അച്ഛന്റെ സുഹൃത്ത് കൊടുത്തേച്ചതാ. വില കൂടിയ പച്ചക്കറി വിത്തുകളാ. ഞാൻ അത് കവറിലാക്കി മാങ്ങയുടെ കൂടെ വെച്ചിരുന്നു. മാങ്ങയുടെ കൂടെയോ? അയ്യോ, അത് ഞങ്ങൾ മാങ്ങയുടെ കൂടെ വിറ്റു. പണിപാളി അയച്ചു. ആ വിത്തുകൾ ഉണ്ടായിരുന്ന മാങ്ങയാണ് ആ ചേട്ടൻ വാങ്ങിക്കൊണ്ടു പോയത്. പേടിക്കണ്ട, ഞാൻ അത് നേരത്തെ അവിടെ നിന്ന് മാറ്റി വെച്ചിരുന്നു. നിങ്ങളുടെ കളി ഞാൻ ജനാലയിലൂടെ കണ്ടു. അമ്മയ്ക്ക് ദേഷ്യമില്ലേ? ഇല്ല, പക്ഷേ കിട്ടിയ പൈസ കൊണ്ട് എല്ലാവരും ചായയും പലഹാരവും വാങ്ങിത്തരണം.